5 പഞ്ചേന്ദ്രിയങ്ങളും സ്വാധീനിക്കാതെ ജീവൻ്റെ ഒരു തലത്തെ മനസ്സിലാക്കുന്ന സ്റ്റേറ്റ്. അപ്പോൾ മെഡിറ്റേഷൻ നമുക്കത് അതിലൂടെ മാത്രമേ ഡെത്തിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. നോക്കൂ, രമണ മഹർഷി അദ്ദേഹം മധുരയിൽ അദ്ദേഹത്തിൻ്റെ അമ്മാവൻ്റെ വീട്ടിൽ വെച്ച് എന്തായാലും രാജാവാണെങ്കിലും ഭിക്ഷക്കാരനാണെങ്കിലും എല്ലാം ഒരു ദിവസം കത്തിപ്പോവും, ഈ ശരീരം ഉപേക്ഷിക്കേണ്ടി വരും. ഈ ശരീരം എന്നുള്ളത് ശാശ്വതമല്ല എന്ന് ആ കുട്ടിക്ക് 16-ാം വയസ്സിൽ തന്നെ ചിന്തകൾ തുടങ്ങി. ആ 16 വയസ്സുകാരൻ ഞാൻ മരിക്കുക എന്നുള്ള ആ ഒരു ഉറച്ച ബോധത്തോടുകൂടി കടന്നു. പക്ഷെ അതൊരു അലോസിനേഷൻ ഉപരി തന്നെ അത് ചില റിയൽ എക്സ്പീരിയൻസിലേക്ക്, ആ സോളിൻ്റെ മുജ്ജന്മവുമായി ബന്ധപ്പെട്ടുള്ള ചില കർമ്മങ്ങൾ കൊണ്ട് അതിൻ്റെ ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസിലേക്ക് അതിന് കടക്കാൻ കഴിഞ്ഞ രമണ മഹർഷിക്ക്. അതിനുശേഷമാണ് സ്പിരിച്വാലിറ്റിയുടെ പ്രാധാന്യം മനസ്സിലായത്. എല്ലാവർക്കും ഇത്രയേ ഉള്ളൂ. ഓരോ യോഗികളും ഓരോ സന്യാസിമാരും. ഒരു സന്യാസി ആവണമെങ്കിൽ തന്നെ അറിവ് കൊണ്ട് പറ്റില്ല, സന്യാസിക്ക് തിരിച്ചറിവുണ്ടാവണം. ഒരു മോക്ഷം നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ലിബറേഷൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ലൈഫ് എന്താണ് റിയലൈസേഷൻ എന്ന് പോലും നമ്മൾ കേൾക്കുന്നതിനുപരി തന്നെ ആ റിയലൈസേഷനിലേക്ക് എത്തണമെങ്കിൽ നമുക്ക് തീവ്രമായുള്ള അനുഭവം സംഭവിക്കണം. ആ തീവ്ര അനുഭവത്തിൻ്റെ ഒരു അനുഭവമാണ് സ്വന്തം മരണത്തെ എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളത്. ഡെത്ത് എനർജി എക്സ്പീരിയൻസ് ഉണ്ട്, അത് വേറെയാണ്. അത് മരിച്ചവർ ഊർജ്ജത്തെ അനുഭവിക്കണം. എന്നാൽ സ്വയമേ ഉള്ള മരണത്തെ, നമ്മുടെ തന്നെ മരണം എന്താണ് എക്സ്പീരിയൻസ്